ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ ഇത് എത്ര കഴിച്ചാലും മടുക്കത്തില്ല, അത്ര ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ കഴിച്ചിട്ടുള്ളവർ കാണും, കഴിക്കാത്തവർ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരും കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ 1 കിലോ കപ്പ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കപ്പ നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെള്ളം നല്ലപോലെ തെളിഞ്ഞ് കിട്ടുന്നവരെ ഞാനിതാ കഴുകി ഇതുപോലെ അരിഞ്ഞെടുത്ത് കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പാത്രത്തിലായിട്ട് 2 സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുക. ചെറിയൊരു കടുപ്പുണ്ട് ഈ കപ്പയ്ക്ക്. അപ്പോൾ 2 വെള്ളം നല്ലപോലെ ഒന്ന് ഊറ്റിയിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് തിളച്ച് വരുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ ഒരു ഹൈപ്പ് തരാനും മറക്കരുത് കേട്ടോ. ഹൈപ്പൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് തരണം പ്ലീസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ കപ്പയൊന്ന് ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു അടുപ്പിൽ ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തന്നെ ഈ കപ്പയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒരു കാരണവശാലും നിങ്ങൾ ഒഴിക്കരുത് കേട്ടോ. ഇനി ഇത് നല്ലൊന്ന് ഇളക്കി നമുക്ക് ഇതൊന്ന് മിക്സാക്കി വെക്കാം. നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കപ്പ ഈ വെള്ളത്തിൽ കിടന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കപ്പയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഒത്തിരി ഇട്ടിരുന്നാൽ കപ്പ വെന്ത് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ ഇനി നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് കപ്പ കുറച്ചുകൂടെ ഒന്ന് വേവാനായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഊറ്റിയിട്ടുണ്ട്. ഊറ്റി ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഊറ്റിയ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ട് അത് നമുക്കിതുപോലെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 6 ചുമന്നുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. 1 പച്ചമുളകും ഒരു 8-10 കാന്താരിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ട്, ഞാൻ 2ാം പാൽ 1ാം പാൽ അങ്ങനെ മാറ്റി മാറ്റി എടുത്തിട്ടില്ല. ഒരു തേങ്ങ എടുത്ത് അതിൻ്റെ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് പൾസ് ചെയ്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാൽ ആദ്യം ഒരു 2-2.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത കപ്പിന് ഒഴിച്ചിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ കപ്പ നല്ലപോലെ ഒന്ന് വെന്ത് ഈ തേങ്ങാപ്പാലെല്ലാം വറ്റി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം നല്ലപോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടെ വേണം, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പും വേണമല്ലോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കപ്പ എല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് നമ്മൾ ആദ്യം ഒഴിച്ച ആ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ 1-2 ചെറിയ രീതിയിലൊന്ന് കപ്പ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇടയ്ക്ക് കപ്പ കടിക്കാനും കിട്ടണം കേട്ടോ, എല്ലാം ഉടഞ്ഞു പോകരുത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള പാലും കൂടെ, തേങ്ങാപ്പാൽ കുറച്ചുകൂടെ എന്നുവെച്ചാൽ ഈ പരുവത്തിൽ നമ്മൾ ഇറക്കി വെക്കുവാണെങ്കിൽ തണുക്കുമ്പോൾ വീണ്ടും കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ കൊച്ചു കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അഥവാ തണുക്കുമ്പോൾ ഒന്നുകൂടെ ഇത് കുറുകി പോവുകയാണെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുക കേട്ടോ. ഇഞ്ചിയുടെ മണവും ആ കാന്താരിയുടെ മണവും ഉള്ളിയുടെ മണമൊക്കെ ഇങ്ങനെ തേങ്ങാപ്പാലിൻ്റെ മണമൊക്കെ ആയിട്ട് കൊത്തി വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഒരു താളിപ്പ് കൂടെ നമുക്ക് തയ്യാറാക്കണം. അത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം ഒരു 6-7 ചുമന്നുള്ളി നമുക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ടൊന്ന് മൂപ്പിക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത് ഉള്ളിയൊന്നും. ഇനി ഇതിലേക്ക് 3-4 ഉണക്കമുളകും 2 തണ്ട് കറി ലീഫും കൂടെ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഈ താളിപ്പ് തയ്യാറാക്കാൻ. ഇത് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നല്ലപോലെ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ താളിപ്പ് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൽക്കപ്പ തയ്യാറാക്കാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ കൂടെ. ബീഫ് ഇഷ്ടമുള്ളവർക്ക് ബീഫിൻ്റെ കൂടെ കഴിക്കാം, മീൻകറി ഇഷ്ടമുള്ളവർക്ക് മീൻകറിയുടെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ മട്ടൻ കറി എന്തിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ താളിപ്പ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് തുറന്നപ്പോൾ ഉണ്ടല്ലോ, അയ്യോ നല്ല മണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഇന്ന്
ബീഫാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ബീഫും കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതും കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ മീനും ബീഫും ഒന്നും കഴിക്കാത്തവർക്ക് നല്ല കാന്താരി ചമ്മന്തി ആയാലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ്, ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.